കൂട്ടുകാരെ, ഹമീദ് കരടാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് സാമ്പത്തിക ചൂഷണം ബന്ധപ്പെട്ട് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. 1.25 മണിക്കൂർ നീണ്ടിരിക്കുന്ന ലൈവിലൂടെ 10ലേറെ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രമാണങ്ങൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ടും അതിനുശേഷം മറ്റൊരു വീഡിയോയിലൂടെയുമൊക്കെ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന സാമ്പത്തിക ചൂഷണങ്ങളെക്കുറിച്ച്, ആത്മീയ കൊള്ളയെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിരുന്നു. ഖേദകരമെന്ന് പറയട്ടെ, അത്തരം വീഡിയോക്ക് പ്രാമാണികമായി മറുപടി പറയുന്നതിന് പകരം, വിശദീകരണം നൽകുന്നതിന് പകരം അസഹിഷ്ണുത പൂണ്ട ജമാഅത്തുകാർ വ്യാപകമായി തെറിയും ഭീഷണിയുമായി ഇറങ്ങിയിരിക്കുകയാണ്. അതിരിക്കട്ടെ, അവർ ഭീഷണിപ്പെടുത്തും. കാരണം ഇത് അവരെ അപേക്ഷിച്ച് ഇന്ന് വരെ ആരും ചോദ്യം ചെയ്യാത്ത വലിയൊരു വിഷയമാണ്. 20 വർഷമായിട്ട് അവർ നടത്തുന്ന ഈ ചൂഷണം അധികമാരും അറിഞ്ഞില്ലായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ മാധ്യമങ്ങളിൽ നിന്ന്, അവരുടെ മാധ്യമത്തിൽ നിന്ന് പുറത്തു വന്ന 21 പേജുള്ള റിപ്പോർട്ടിലൂടെയാണ് അവർ നടത്തുന്ന വ്യാപകമായ ക്രമക്കേടും കൊള്ളയും, സക്കാത്ത് ഫണ്ട് കൊണ്ടുപോയിട്ട് അവർ പത്രമാസികളും മറ്റൊക്കെ നടത്തുന്നതും മറ്റൊക്കെ പുറലോകം അറിയുന്നത്. ഖാലിദ് മൂസ നദ്വി എന്ന അതിന്റെ ശൂറ മെമ്പർ, ആധികാരിക പണ്ഡിത സംഘടനയായ ശൂറയുടെ മെമ്പറും സംസ്ഥാന സെക്രട്ടറിയുമായ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അല്പമെങ്കിലും ഒരു ഈമാനുള്ളത് കൊണ്ടാവണം, അദ്ദേഹം വോയിസിലൂടെ പറഞ്ഞു, സക്കാത്ത് സമ്പത്തും അതുപോലെ സ്വതക്കയും വഖഫും ഒക്കെ ഉപയോഗിച്ച് മൂസാ നബിയുടെ മുഅ്ജിസത്തും വടിയുടെ കഥയും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് മാധ്യമം പത്രം കെട്ടിപ്പടുത്തത്. ഇങ്ങനെ അവർ ചെയ്യുന്ന കൊടിയ വഞ്ചന സമുദായത്തിലെ 8 വിഭാഗങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയ ഒരു സമ്പത്തിനെ ഇവർ ചൂഷണം ചെയ്യുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാർ ചെയ്യേണ്ടത് ആ ഒരു ചൂഷണത്തെ നമ്മൾ തടയണം. അത് അവരോടുള്ള ദേശീയ വൈരാഗ്യമല്ല, ഈ സമുദായത്തിന്റെ ദീനുൽ ഇസ്ലാം നിലനിർത്തതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ 8 പാവപ്പെട്ട വിഭാഗങ്ങൾക്ക് അവരുടെ അവകാശം നേടിക്കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അത്തരം ചൂഷണങ്ങൾക്കെതിരിൽ നമ്മൾ പ്രതികരിക്കണം. മാത്രല്ല, അവർ ഇത്രയും കാലം നടത്തിയ പിരിവും തട്ടിപ്പും വെട്ടിപ്പും നമ്മൾ ചോദ്യം ചെയ്യണം. അവരോട് അതിന്റെ കണക്ക് ഹാജരാക്കാൻ പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് 2015 മുതൽ 20 വരെയുള്ള കണക്കെങ്കിലും പുറത്തു വരട്ടെ. ആർക്ക് കൊടുത്ത്, എത്ര കോടികൾ കിട്ടി, എവിടെ കൊടുത്തു, എത്ര ഉപയോഗിച്ചു, എങ്ങനെ ഉപയോഗിച്ചു, എത്ര ബാലൻസ് വന്നു, അത് ഏത് രീതിയിൽ ഏത് സ്ഥലത്താണ് ഉപയോഗിച്ചത്, എല്ലാം കണക്ക് പുറത്തു വരട്ടെ. അത് 8 വിഭാഗങ്ങൾക്ക് എങ്ങനെ എപ്പം കൊടുക്കണമെന്നൊക്കെ ഇസ്ലാം പറഞ്ഞിട്ട് ഇതൊരു ചെറിയ വിഷയമല്ല. എന്റെ കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത്, ഇത് നിസ്കരിക്കുമ്പോൾ കൈ എവിടെ കെട്ടണം, നെഞ്ച് കെട്ടണോ, തലയെ കെട്ടണോ, താഴെ കെട്ടണോ എന്നുള്ള പോലത്തെ വിഷയമല്ല. തല മറിക്കണോ, താടി വെക്കണോ, അല്ലെങ്കിൽ മരിച്ച സ്ഥലത്ത് ഖുർആൻ ഓതണോ എന്ന വിഷയമോ രാഷ്ട്രീയ വിഷയമോ സംഘടനാ വിഷയമോ ഒന്നുമല്ല. ഇത് ഇസ്ലാമിന്റെ ബേസിക്കിനെ ബാധിക്കുന്ന ഒരു വലിയ ഉസൂൽ ആയ ഒരു വിഷയമാണ്. ഈമാൻ കാര്യത്തിൽപ്പെട്ട, ഇസ്ലാം കാര്യത്തിൽപ്പെട്ട 5-6 കാര്യം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇത് ഇസ്ലാം കാര്യത്തിൽ 3ാമത്തെ വിഷയമാണ്. ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ, മുസ്ലിമായി കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സക്കാത്ത്, കഴിവുള്ളവൻ സക്കാത്ത് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് റമദാൻ മാസത്തെ നോമ്പ്, ഹജ്ജൊക്കെ വരുന്നത്. ഈ സക്കാത്തിന്റെ വിഷയം നിസ്കാരം പോലെ തന്നെ, നിസ്കാരം എത്ര വക്ത് നിസ്കരിക്കണം, എങ്ങനെ നിസ്കരിക്കണം, ആര് നിസ്കരിക്കണം, ഏത് സമയത്ത് നിസ്കരിക്കണം, എന്തെല്ലാം നിസ്കാരം നടത്തണം എന്നൊക്കെ പറഞ്ഞതുപോലെ സക്കാത്ത് ആര്, എവിടെ, എങ്ങനെ, എപ്പെന്നൊക്കെ കൃത്യമായി പണ്ഡിത ലോകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ തിരുനബി അത് വിശദീകരിച്ചിട്ടുണ്ട്. സ്വഹാബത്തും ഇമാമിയങ്ങളും അത് കൃത്യമായി അവലോകനം നടത്തിയിട്ട് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മുഖവില കൊടുക്കാതെ ഇവർ സാമ്പത്തികമായി ചൂഷണത്തിന്, ഇവരെ കാര്യലാഭത്തിന് വേണ്ടി സക്കാത്ത് പിഴുതെടുക്കുന്നു, സക്കാത്ത് പിരിച്ചെടുക്കുന്നു. അതുകൊണ്ട് അതിന്റെ കണക്ക് ചോദിക്കണം. അവരെ സംഘടനാ കണക്ക് നമുക്ക് വേണ്ട. അവരെ മാധ്യമോ മീഡിയ വണ്ണോ അല്ലെങ്കിൽ മറ്റ് സമ്മേളനോ പിരിവോ ബന്ധപ്പെട്ട കണക്ക് പ്രൈവസിയാണ്, അത് നമ്മൾ ചോദിക്കുന്നില്ല. പക്ഷെ സക്കാത്ത് സമ്പത്ത് അങ്ങനെയുള്ള ഒരു കണക്കല്ല. അത് മുസ്ലിമീങ്ങളിൽ പെട്ട എല്ലാവർക്കും ഇല്ലാതെ ഒരു 8 വിഭാഗത്തിന് മാത്രം. അതിൽ തന്നെ 4 വിഭാഗം ഇപ്പല്ല. യോദ്ധാക്കളില്ല, സക്കാത്ത് വിതരണ അതിന്റെ ജോലിക്കാരില്ല, ശേഖരണ ജോലിക്കാരില്ല, അതുപോലെ തന്നെ വഴിയാത്രക്കാരില്ല, അടിമകളില്ല. ഇപ്പൊ ഏകദേശം ഒരു 4 വിഭാഗേ ഇന്ന് നിലവിൽ ഉള്ളൂ എന്നാണ് പണ്ഡിതപക്ഷം. ഇരിക്കട്ടെ, ആ വിഭാഗങ്ങൾക്കുള്ള ഒരു സമ്പത്തിനെ ഇവർ കൊണ്ടുപോയി ചൂഷണം ചെയ്യും. എങ്ങനെയാണ് പരസ്യം ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ലൈവിലും മറ്റൊക്കെ പരസ്യത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് പർവ്വതീകരിച്ച കണക്കുകൾ. സക്കാത്ത് അർഹരിലേക്ക് എത്താൻ നിങ്ങളുടെ വിഹിതം, സക്കാത്ത് വിഹിതം ബൈത്തു സക്കാത്ത് കേരള ഏൽപ്പിക്കുക, അർഹരിലേക്ക് എത്താൻ എന്നും പറഞ്ഞിട്ടാണ് വ്യാപകമായ പിരിവ്. ഏത് അർഹരിലേക്ക് അവരെത്തിച്ചത്, എവിടെയാണ് എത്തിച്ചത്, അത് അറിയാനുള്ള താല്പര്യം മുസ്ലിം സമുദായത്തിനൊക്കെ ഉണ്ട്, അവകാശമുണ്ട്. അത് തരുന്ന മുതലാളിമാരെ മാത്രം അറിയിച്ചാൽ പോരാ. കാരണം അവര് ഔദാര്യമൊന്നല്ല,
അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. പാവപ്പെട്ട ആളുകൾ പട്ടിണിയും പ്രശ്നങ്ങളും കടവും പ്രയാസവും പ്രതിസന്ധിയായിട്ട് ഇവിടെ 4 ഭാഗത്തും കഷ്ടത അനുഭവിക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി പിരിച്ചുകൊണ്ടുപോയി പത്രം നടത്തുകയും അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾക്കും ബിൽഡിങ്ങുകളും ഫ്ളാറ്റുകളൊക്കെ കയറ്റാൻ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അതാണ് സമുദായത്തിലെ ഏറ്റവും വലിയ ആത്മീയ കൊള്ളയാണ്, കൊടും ക്രൂരതയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ചോദ്യം ചെയ്തേ പറ്റൂ. എല്ലാവരും ചോദ്യം ചെയ്യണം. മുതലാളിമാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വിഷപ്പാമ്പിനെയാണ് കഴുത്തിലണിഞ്ഞത്. കാരണം പണ്ഡിത ലോകത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സക്കാത്ത് കൊടുക്കണം, പക്ഷേ അത് കമ്മിറ്റി കൊടുക്കാൻ പാടില്ല. ഇസ്ലാമിക ഭരണാധികാരിയാണോ കൊടുക്കാം, അവർക്ക് മേടിക്കാം. വേറൊരു കമ്മിറ്റിയോ ഒരു സംഘടനയോ ഒരാളുകളോ വന്നിട്ട് അത് ചോദിച്ചാൽ കൊടുക്കാൻ പാടില്ല. അത് നിങ്ങളെ ഉത്തരവാദിത്ത ബാധ്യതയാണ് ബന്ധപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കൽ. 100 കണക്കിന് 1000 കണക്കിന് സ്റ്റാഫുള്ള നിങ്ങൾക്ക് മുതലാളിമാർക്ക് 2 ആളെ നിശ്ചയിച്ചല്ല ഒരാളെ നിശ്ചയിച്ച് നിങ്ങളുടെ നേതൃത്വത്തിൽ അത് നിങ്ങളുടെ നാട്ടിൽ കുടുംബത്തിലെ പാവങ്ങൾക്ക് കൊടുക്കാം. അതേസമയം ഭാര്യയ്ക്ക് കൊടുക്കരുത്, ഉമ്മക്ക് കൊടുക്കരുത്, അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കരുത്. ഇതൊക്കെ അതിന്റെ നിയമങ്ങളാണ്. എന്നാൽ ജമാഅത്ത് ഇസ്ലാമി അമുസ്ലിമീങ്ങൾക്കും ബന്ധപ്പെട്ടവർക്ക് അവരെ സംഘടനയുടെ ആളുകൾക്കും കൊടുക്കുകയാണ്. ഖലീൽ റഹ്മാൻ എന്നൊരു വെൽഫെയർ സുഹൃത്ത്, അതിന്റെ ഒരാള് എനിക്ക് ഫോട്ടോകൾ അയച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കൊത്തളങ്ങളായ വലിയ വലിയ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ സക്കാത്ത് ഫണ്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത്രേ. അതുപോലെ ചിലര് പറയുന്നു സംഘടനയെ ബന്ധപ്പെട്ട ആളുകളെ കടം വീട്ടി കൊടുക്കൽ, ഇതിനാണോ സക്കാത്ത്? ഇവരാളുകൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കണം. ഇവരെ ഫണ്ടോ ഇവരെ സക്കാത്ത് ഇവരിതിനൊന്നും കൊടുക്കുന്നില്ല. അവർ ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞ് വേറെ തന്നെ കീപ്പപ്പ് ചെയ്യാണ്, ശേഖരിക്കുകയാണ്. ഇത് പൊതു സമൂഹത്തിന്റെ സക്കാത്ത് വാങ്ങിച്ചിട്ട് 50 ഇനത്തിൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, 50ഓളം ഇനത്തിന്റെ ചാർട്ട് കാണിച്ചിട്ട് ഇതിൽ ഇത്ര ശതമാനം എന്നിട്ട് ലാസ്റ്റ് പറയും നിങ്ങളുടെ സക്കാത്ത് അയക്കേണ്ട വിലാസം എന്ന് പറഞ്ഞാൽ ആ ലക്ഷങ്ങൾ കോടികൾ അയക്കേണ്ട വിലാസം കൊടുക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ചക്കരക്കൂടാണ് ജമാഅത്ത് ഇസ്ലാമിനെ അപേക്ഷിച്ച്. ഇതിന് യാതൊരു കോമ്പറ്റീഷനും മാർക്കറ്റിലില്ല. ഇവർക്ക് വേറെ പ്രതിപക്ഷമൊന്നുമില്ല. ഇവർ വാരിക്കൂട്ടുക. പിന്നെ ഒരു ചെലവുമില്ലാതെ ഒരു വല വീയുന്ന ആള് കണ്ടാടിയിട്ട് പോകുന്ന അതിൽ മീൻ കിട്ടണമെങ്കിൽ അവന് വലയെങ്കിലും മേടിക്കണം, അല്ലെങ്കിൽ കുറെ കഷ്ടപ്പെടണം, വയലിൽ ഇറങ്ങണം, കുറെ ബുദ്ധിമുട്ടുണ്ട് മീൻ പിടിക്കാൻ. ഇത് അതുപോലുമില്ല. കോരിക്കൊണ്ടുവരികയാണ്. ഒരു അക്കൗണ്ട് തുറന്നു വെച്ചിട്ട് അതിൽ ആളുകൾ കോടികൾ ലക്ഷങ്ങൾ നിക്ഷേപിക്കാൻ. അതെടുത്തിട്ട് ഇവർക്ക് തോന്നിയ പോലെ പത്രം ചാനലും മറ്റും മറിച്ചും അതും ഇതും വേണ്ട രീതിയിൽ നടത്താൻ ആധുനിക ഇസ്ലാമിന്റെ ദൈവത്താണ് എത്ര ഈ നടത്തുന്നതൊക്കെ സക്കാത്ത് കൊണ്ട് നടത്താമെന്നാണ് ഇവർ പറയുന്നത്. മുതലാളിമാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ശാപം ചോദിച്ചു മേടിക്കാണ്. കേരളത്തിലെ പണ്ഡിതന്മാര് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല ഇസ്ലാം കേരളത്തിൽ 1400-ലേറെ വർഷമായി. വല്ല അവസരവും വല്ല ചാൻസും വല്ല സാധ്യതയും ഉണ്ടായിരുന്നെങ്കിൽ ആ പണ്ഡിതന്മാർ സക്കാത്ത് സംഘടന ഉണ്ടാക്കില്ലായിരുന്നോ? ഇവിടെ കേരളത്തിൽ എത്ര സ്വഹാബത്തും മഹാന്മാരും കഴിഞ്ഞുപോയി. മാലിക് ദീനാറിന്റെ ശേഷം വരാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ പോലത്തെ വലിയ പണ്ഡിതന്മാർ കഴിഞ്ഞുപോയി. അതൊക്കെ പോട്ടെ, ആധുനിക പണ്ഡിതന്മാർ, സംസ്ഥയുടെ വലിയ വലിയ പണ്ഡിതന്മാർ, അവർക്കില്ല പത്രം, സുപ്രഭാതം പത്രം, സിറാജ് പത്രം, സുന്നി അഫ്കാർ, സുന്നി വോയിസ്, മറ്റുള്ള സംവിധാനങ്ങൾ, സംസ്ഥാന ദക്ഷിണ എന്തെല്ലാം സംവിധാനമുണ്ട്, ദാറുൽ ഹുദ, മർക്കസ്, മഅദിന്, പിന്നെ മറ്റുള്ള നൂരിയ കോളേജ്, എന്തെല്ലാം സംവിധാനമുണ്ട്. എന്താ അവർക്കൊന്നും പിരിച്ചു വാങ്ങിച്ചൂടെ? അവരെത്ര ത്യാഗം ചെയ്ത സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ജീവകാരുണ്യ സാന്ത്വന ആതുര മതഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ അവർ ഈ ത്യാഗം സഹിച്ച് ഓടി നടന്ന് പിരിവും മറ്റൊക്കെ എടുക്കുന്നത്. അവർക്ക് എന്താ ഇതൊന്നും പറ്റില്ലേ? അവർക്ക് അറിയാത്തത് കൊണ്ടല്ല. അങ്ങനെ ഒരു സംവിധാനമില്ല, മതത്തിലില്ല. പിന്നെ ജമാഅത്ത് ഇസ്ലാമിയും ഇല്ല. ജമാഅത്ത് ഇസ്ലാമിക്കും നേരത്തെ 84-ലൊക്കെ സിദ്ദീഖ് ഹസൻ പറഞ്ഞതും മുമ്പ് മൗദൂദി പറഞ്ഞൊക്കെ പറഞ്ഞു അങ്ങനെ സംവിധാനം ഇല്ല. അതേസമയം ഇപ്പൊ 2000 മുതൽ 20 വർഷമായിട്ട് അവർ ചെയ്യുന്ന ചൂഷണം, മാധ്യമത്തിലൂടെ പൊട്ടിത്തെറിയിലൂടെ പൊതുസമൂഹം അറിയുന്നത്, കോടികളാണ് വരുമാനം അവർക്ക്. ഇത് എത്ര കിട്ടിയാലും വിത്തൗട്ട് ലോസ് ബിസിനസ് ആണിത്. ആൾ ഗെറ്റിസ് പ്രോഫിറ്റ് ആണ്, ഗോൾഡൻ ചാൻസ് ആണ്, ഗുഡ് റിട്ടേൺ ആണ്. എന്ത് അവർക്ക് വലിയ ചാൻസ് ആണ്. ഒരാളും അതിനെപ്പറ്റി ചോദിക്കാനില്ല. കോടികൾ വന്നിങ്ങനെ കുനിഞ്ഞുകൂടുക, എന്നിട്ട് വലിയ വലിയ ബിൽഡിങ്ങും സമുച്ചയം മറ്റും മറിച്ചൊക്കെ ഉണ്ടാക്കുക. അവരുടെ പുസ്തകം നമ്മളിതൊക്കെ നേരത്തെ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയതാണ്. ഈ പുസ്തകം ജമാഅത്ത് ഇസ്ലാമിന്റെ സക്കാത്ത് ബന്ധപ്പെട്ട് സക്കാത്ത് തത്വവും പ്രയോഗവും എന്ന് പറഞ്ഞ പുസ്തകമാണ്. അബ്ദുള്ള ഹസൻ എന്ന അതിന്റെ നേതാവ് പറയാം, ഓരോ വിഭാഗത്തിനും 8 വിഭാഗത്തിന്റെയും സക്കാത്ത് അവര് മാറ്റി മറിച്ച് തന്റേതാക്കി മാറ്റുന്ന രൂപം നമ്മൾ പലപ്പോഴും പറഞ്ഞു. ഉദാഹരണത്തിന് ഏറ്റവും ഉദാഹരണം ഈ ചെറിയൊരു ക്ലിപ്പ് പറയാം. 7ാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ട പൈസ.
അത് അങ്ങനെ ഒരു വിഭാഗം ഇപ്പൊ ഇല്ല എന്ന് ആ പൈസ ഇവർ പിരിച്ചെടുത്തിട്ട് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഇസ്ലാമിക പ്രബോധനം ചെലവേറിയ കാര്യമാണ്. അതേതായാലും അള്ളാഹുവിന്റെ മാർഗമാണെന്ന കാര്യത്തിൽ തർക്കമുണ്ടാവുകയില്ല. ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനത്തിനെ കുറിച്ച് പറഞ്ഞു. ഇസ്ലാമിനെതിരെ ശത്രുക്കളെ പ്രചാരണത്തെ നേരിടുക, അവരുടെ വാദങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയുക. ഈ വിഷയത്തിൽ പുസ്തകങ്ങളും ലേഖനങ്ങളും പത്രമാസികകളും പ്രസിദ്ധീകരിക്കുക. പത്രമാസികൾ, ലേഖനം, പുസ്തകം ഒക്കെ ഇറക്കാനാണല്ലോ സക്കാത്തിന്റെ ആ വിഭാഗം, 7ാമത്തെ വിഭാഗം. എന്നിട്ടോ അതിനാൽ സക്കാത്തിന്റെ പണം ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് വരുന്നത് ഇസ്ലാമിക പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണത്രേ. ജമാഅത്ത് ഇസ്ലാമിക്ക് ആശ്വാസം, മറ്റുള്ളവർക്കൊക്കെ ദുരാശ്വാസമാണ്. കാരണം പാവപ്പെട്ടവന്റെ സമ്പത്ത് ഉണ്ടായിട്ട് നിങ്ങൾ പത്രമാസികകളിൽ ലേഖനങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് അമുസ്ലിം എഴുത്തുകാർക്കും കൊടുക്കുക എന്ന് വരെ ഇതിന്റെ 169ാമത്തെ 170ാമത്തെ പേജിൽ പറയും. ഒരുപാട് വിഷയങ്ങൾ. കള്ള് കുടിക്കുന്ന അധികാരികൾ, മേടിക്കുന്നവർ കള്ള് കുടിച്ചാലും പെണ്ണ് കുടിച്ചാലൊന്നും കുഴപ്പമില്ല, അവർക്ക് തന്നെ കൊണ്ടുകൊടുക്കണം, ചോദ്യം ചെയ്യരുത് എന്നൊക്കെ എഴുതിയ പുസ്തകം. ഈ ലൈവിൽ, നമ്മളെ ലൈവ് യൂട്യൂബ് ചാനലുണ്ട്, മൗദൂദീസ് ഗാലറി എന്ന യൂട്യൂബ് ചാനൽ, ഹമീദ് കാരഡോമാൻ എന്നുള്ള